100-ാം വയസ്സിലേക്ക് കടക്കുന്ന ഒരു വിദ്യാലയം അതിന്റെ ഏറ്റവും വലിയ ആഘോഷമായി മാറ്റുന്നത് ആഡംബരങ്ങളല്ല, മറിച്ച് സഹജീവിയോടുള്ള കരുണയാണ്. തിരുവനന്തപുരം കണിയാപുരം ആലുമൂട് ഗവൺമെന്റ് LP സ്കൂൾ ഒരുക്കുന്ന സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതി ഇപ്പോൾ ഒരു നാടിന്റെയാകെ നന്മയായി മാറുന്നു. 4-ാം ക്ലാസ്സുകാരൻ ആദിദേവിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു മേൽക്കൂരയൊരുക്കാൻ കൈകോർക്കുകയാണ് ഈ വിദ്യാലയവും പ്രവാസലോകവും. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ ജയൻ 4 വർഷം മുൻപ് തളർവാദം പിടിപെട്ട് കിടപ്പിലായതോടെയാണ് ആദിദേവിന്റെ ജീവിതം പ്രതിസന്ധിയിലായത്. ഞാൻ പോത്തങ്കോട് ഒരു വീട്ടിൽ, അത് ആഴ്ചയിൽ 2 ദിവസം. പിന്നെ നമ്മൾ ചുറ്റുപാട് എവരിങ്ങനെ കിടക്കുന്ന ദൂരോട്ട് പോകാൻ പറ്റില്ല. അടുത്തുള്ള വീടുകളിൽ ഞാൻ പോകും, ജോലിക്ക് പോകും. 10,000 ഒന്നും കിട്ടില്ല സാർ. ദിവസം 2 ദിവസം ഒരു വീട്ടിൽ പോണേന് 500 രൂപ, 2 ദിവസം പോണേ 1000 രൂപ കിട്ടും. അത് പിന്നെ കുട്ടികളെ കാര്യങ്ങള് പോത്തങ്കോട് പോയാൽ അത് ചെറിയ സഹായങ്ങൾ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബം 1.5 സെന്റിലെ ഒറ്റമുറിയിൽ ദുരിതം അനുഭവിക്കുമ്പോഴും ആദിദേവും ജ്യേഷ്ഠൻ ആദിത്യനും പഠനത്തിൽ മികവ് പുലർത്തി. അമ്മ ലതാകുമാരി വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം ഒന്നിനും തികയാതെ വന്നതോടെയാണ് തന്റെ സങ്കടങ്ങൾ ക്ലാസ് ടീച്ചർ രമ്യയോട് പങ്കുവയ്ക്കുന്നത്. ടീച്ചർ വഴി വാർത്ത സ്കൂൾ PTA-യിൽ എത്തിയതോടെ സഹപാഠിക്കൊരു വീട് എന്ന സ്വപ്നത്തിന് വിദ്യാലയം രൂപം നൽകി. വളർന്നു വരുമ്പോൾ നിങ്ങളുടെ സമീപത്ത്, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, ഉപരിലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും അതിനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കൊച്ചിലേ തന്നെ വളർത്തിയെടുക്കണം. ഈ സത്കർമ്മത്തിൽ പങ്കാളികളാകാനുള്ള അവസരം നൽകിയ ഇവിടുത്തെ നമ്മുടെ ശോഭ ടീച്ചറിനും പിന്നെ ഈ സ്കൂളിന്റെ അധികൃതർക്കും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. പാച്ചിറ ആനൂർ പള്ളിക്ക് സമീപം സ്വന്തമായുള്ള 1.5 സെന്റിനോട് ചേർന്ന് സഹോദരൻ നൽകിയ 1.5 സെന്റ് കൂടി കൂട്ടിച്ചേർത്താണ് 3 സെന്റിൽ നിർമ്മാണം തുടങ്ങിയത്. 450 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറികളും ഹാളും അടക്കമുള്ള വീടിന്റെ നിർമ്മാണം നിലവിൽ വാർപ്പ് ഘട്ടം പിന്നിട്ടു. 4 മാസം മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ കല്ലിട്ട വീട് പൂർത്തിയാക്കാൻ ഇനിയും ലക്ഷങ്ങൾ ആവശ്യമാണ്. കുട്ടികൾ തങ്ങളുടെ കുഞ്ഞു സമ്പാദ്യങ്ങളും അധ്യാപകരും PTA അംഗങ്ങളും അവരവരുടെ വിഹിതവും നൽകി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഘട്ടത്തിലാണ് കടൽ കടന്ന് സ്നേഹസ്പർശം എത്തുന്നത്. മുൻ ഹെഡ്മിസ്ട്രസ് ശോഭ ടീച്ചറുടെ മകൾ ഭവ്യ സെക്രട്ടറിയായ ഖത്തറിലെ പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം 1 ലക്ഷം രൂപ നിർമ്മാണത്തിനായി നൽകി. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രവാസി ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഷാജഹാൻ വെഞ്ഞാറമൂട്, ഭാരവാഹികളായ അയൂബ് ഖാൻ തിരുവല്ലം, PTA പ്രസിഡന്റ് ഗിരീഷ് കുമാർ, SMC ചെയർമാൻ അജി പാച്ചിറ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശോഭ ടീച്ചർ ചെക്ക് ഹെഡ്മിസ്ട്രസ് A ഷീബയ്ക്ക് കൈമാറി. സ്റ്റാഫ് സെക്രട്ടറി മുജീബ് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. 400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഇന്ന് കാത്തിരിക്കുന്നത് ആദിദേവിനും കുടുംബത്തിനുമുള്ള സ്നേഹവീടിന്റെ ഗൃഹപ്രവേശനത്തിനായാണ്. സുമനസ്സുകളുടെ സഹായം തുടർന്നാൽ ഈ ശതാബ്ദി വർഷത്തിൽ തന്നെ ആദിദേവിന് പുതിയ വീട്ടിലേക്ക് മാറാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വിദ്യാലയ അധികൃതർ.